കൂടുതൽ വിവരങ്ങളുമായി നീത നാരായണൻ ചേരുന്നു. നീത, നിലവിൽ സമാധാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ശുഭസൂചനകളാണ് കഴിഞ്ഞ ദിവസം മുതൽ ലഭ്യമായിരിക്കുന്നത്. അമേരിക്ക തന്നെ ഒരു അനുനയ നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇറാന്റെ നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ? ആദ്യത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനം പുലരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിലിപ്പോൾ ഒരു സ്ഥിരീകരണം വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉടൻ തന്നെ ചർച്ചയുണ്ടാകും, രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് സ്ഥിരീകരിക്കാനുള്ളത്. അത് ഇസ്ലാമാബാദിൽ തന്നെ ആ ഒരു ചർച്ച നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയുന്ന പോലെ വെടിനിർത്തൽ കരാർ നിലവിൽ ഏപ്രിൽ 22-ന് അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെയുള്ള ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ ഒരു ശുഭ പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ തന്നെയാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണമായി നമുക്ക് പറയാൻ കഴിയുന്നതും. എന്തായാലും ഈ ഔദ്യോഗികമായിട്ടൊരു കരാറിൽ എത്തിയിട്ടില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാകും എന്നുള്ളതാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് തന്നെ പറയുന്നത്. നിലവിൽ ഇപ്പോൾ വെടിനിർത്തൽ നീട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ അടുത്ത ഘട്ട ചർച്ചകളെല്ലാം ഇസ്ലാമാബാദിൽ തന്നെ നടക്കും എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ചർച്ചയും ഇസ്ലാമാബാദിൽ നടന്നതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയതാണ് ആ ചർച്ചയെ. പക്ഷേ വലിയ രീതിയിലുള്ള പുരോഗമനോ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ഒരു സമവായത്തിലേക്കോ കാര്യങ്ങൾ പോയിരുന്നില്ല എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖല ഉൾപ്പെടെ പല മേഖലകളിലും ഈ വെടിനിർത്തൽ നിലവിൽ വന്നില്ല എന്നുള്ളതും ഒരു ശുഭസൂചനമല്ലാത്ത രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് മഞ്ഞുരുകുന്നതിന്റെ ഒരു സാധ്യതയൊക്കെയാണ് ഇപ്പോൾ തെളിയുന്നത്. അതായത് ഈ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചർച്ച ഫലപ്രദമാവുകയാണെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ ഇപ്പോൾ US-ന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വരുന്നത് ഹോർമുസ് ഉപരോധവുമായി ബന്ധപ്പെട്ടാണ്. അതിലിപ്പോൾ ഉപരോധം വകവയ്ക്കാതിരിക്കുകയാണെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇറാന് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പായി പുറത്തു വരുന്നത്. തുറമുഖങ്ങളിലേക്ക് പോകാനോ തിരിച്ചു വരാനോ ഒന്നും അവിടുത്തെ കപ്പലുകൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇറാന് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. അതായത് ഉപരോധത്തോട് സഹകരിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം. കര യുദ്ധമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ ലഭ്യമായതാണ്. ഈ ഹോർമസ് കടലെടുക്കുവാൻ ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ച നടന്നതുമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉപരോധം കടുപ്പിക്കുകയാണ് US എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US നീക്കത്തെയും ഇറാൻ തള്ളിയിട്ടുണ്ട്. അതായത് ഇറാനെ ഉപരോധിക്കാനാകില്ല, ഹോർമുസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്നും ഉള്ള കാര്യമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രതികരണമായി വന്നിരിക്കുന്നത്. എന്തായാലും ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വന്നതോടുകൂടി തന്നെ ഒരു രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് തന്നെയാണ് രാജ്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ശരി, നീത നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.